മൂന്ന് ശ്രീകോവിലുകളിലായി മൂന്ന് ഭാവത്തിൽ ദേവീ ആരാധന. മധുര മീനാക്ഷി ക്ഷേത്രം പോലെ മനോഹരമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. മധുര മീനാക്ഷി ക്ഷേത്രത്തിലേതുപോലെ മനോഹരമായ അലങ്കാര ഗോപുരമാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. പരാശക്തിയുടെ മനോഹരമായ ശില്പങ്ങളും കാളീരൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആധുനിക ശൈലി കൂടി ചേർന്ന് സമന്വയിച്ചിരിക്കുന്ന വ്യത്യസ്തവും സുന്ദരവുമായ നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർവതി പുത്തനാറിൻ്റെ കരയിൽ കരിക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തി ക്ഷേത്രമാണിത്. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്നു. മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളീഭാവമായ ചാമുണ്ഡി അഥവാ ചാമുണ്ഡേശ്വരി. തിരുവനന്തപുരം ജില്ലയിൽ ചാക്ക പ്രദേശത്ത് കുടികൊള്ളുന്ന വെളിപ്പുറത്തമ്മയായ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ മൂന്ന് ശ്രീകോവിലുകളിലായി ഒരു ദേവി തന്നെ മൂന്ന് ഭാവത്തിൽ കുടികൊള്ളുന്നു. ദേവീ മാഹാത്മ്യത്തിൽ ചാമുണ്ഡിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ചാമുണ്ഡി ദേവിയാണ് മൂന്ന് ശ്രീകോവിലുകളിലും കുടികൊള്ളുന്നത്. അലങ്കാര മണ്ഡപത്തിൻ്റെ സൗമ്യ ഗാംഭീര്യവും ക്ഷേത്രപ്പൊലിമ വിളിച്ചറിയിക്കുന്ന മുത്തശ്ശിമാവിൻ്റെ സാന്നിധ്യവും ദിവ്യ അനുഭൂതി പകരുന്നതാണ്. തലമുറക്കാരും ജ്യോതിഷ പണ്ഡിതന്മാരും 600 വർഷത്തിലേറെ പഴക്കം നിർണയിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇപ്രകാരമാണ് അറിയപ്പെടുന്നത്. വൈനശൈലാദ്രി സ്ഥാനനിവാസിയായ ദേവിയുടെ ആഗമനം ദക്ഷിണ പൂർവഭാഗത്തു നിന്നാണെന്നും വേദശാസ്ത്ര വിജ്ഞാനിയായ ഒരു ബ്രാഹ്മണാചാര്യൻ്റെ ഉപാസനാമൂർത്തിയായി പരിലസിച്ചിരുന്ന ആ ദേവിയെ തന്ത്രിവര്യൻ്റെ സന്തത സഹചാരിത്വം സിദ്ധിച്ച മടത്തുവീട് തറവാട്ടിലെ കുടുംബകാരണവരായ യോഗിവര്യന് ഉപാസിച്ചുകൊള്ളുവാൻ തന്ത്രി ഉപദേശിച്ചിട്ടുള്ളതും അപ്രകാരം സിദ്ധിച്ച ദേവി ഒരു ബാലികാരൂപത്തിൽ സാന്നിധ്യം ചെയ്ത ഗുരുവിൻ്റെയും യോഗീശ്വരൻ്റെയും കൂടെ പുറപ്പെട്ട തറവാട്ടിൽ കരിക്കകം ക്ഷേത്രസ്ഥാനത്ത് വന്ന പച്ച പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തുകയും അതിനുശേഷം ക്ഷേത്രം പണി കഴിപ്പിച്ച ഗുരുവിനെ കൊണ്ടുതന്നെ വിധിപ്രകാരം ദേവിയെ പ്രതിഷ്ഠിച്ച പൂജാതി കർമ്മങ്ങൾ നടത്തിയതിൽ ദേവി ആരാധനാമൂർത്തിയായി സാന്നിധ്യം ചെയ്ത ത്രിഗുണാത്മികയായും ഭക്തജനങ്ങൾക്ക് അഭീഷ്ടവരദായിനിയായും പരിലസിച്ചു പോരുന്നു. മുൻകാലങ്ങളിൽ ദിക്ബലി എന്ന ഒരു ചടങ്ങിന് ദേവി പുറത്തെഴുന്നള്ളുമായിരുന്നു. കോളറ, വസൂരി തുടങ്ങിയ മാരക രോഗങ്ങൾ നാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് അത്തരത്തിൽ ഒരു ചടങ്ങ് നടത്തിയിരുന്നത്. അതിന് നിർബന്ധമായും പരമ്പരാഗത ശൈലിയിലുള്ള വാദ്യമേളങ്ങൾ ഉണ്ടായിരിക്കുകയും അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്തിരുന്നു. ഉദ്ദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ 4 ദിക്കുകളിലായി ഇതിൻ്റെ പൂജകളും കുരുതിയും നടന്നിരുന്നു. ഇന്ന് അത് ഉത്സവനാളിൽ ദേവിയുടെ പുറത്തെഴുന്നള്ളത്തായി ആചരിച്ചു വരുന്നു. പണ്ട് രാജഭരണകാലത്ത് രാജാവിൻ്റെ നീതി നിർവഹണ ക്ഷേത്രമായി അറിയപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം. അതിനാൽ പരീക്ഷണ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ആദിപരാശക്തിയുടെ 7 ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് കാളി അവതാരമായ ചാമുണ്ഡേശ്വരി അഥവാ ചാമുണ്ഡാദേവി, ചുരുക്കത്തിൽ ചാമുണ്ഡി. ദേവീ ഭാഗവതം, ദേവീ മാഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം ശുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാ പരമേശ്വരിക്ക് തുണയേകുവാനാണ് പരാശക്തി ഇപ്രകാരം അവതരിച്ചതെന്ന് പറയുന്നു. ആറ്റുകാൽ ക്ഷേത്രം പോലെ തന്നെ പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് കരിക്കകം ക്ഷേത്രം. കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല വളരെ പ്രശസ്തമാണ്. സ്ത്രീകളായ ഭക്തലക്ഷങ്ങൾ പുണ്യത്തിൻ്റെ അനുഭൂതിയും ദുരിതമോചനവും മോക്ഷം ലഭിക്കുന്നതിനും മീനമാസത്തിലെ മകം നാളിൽ
പൊങ്കാല അർപ്പിക്കാറുണ്ട്. 7 ദിവസമാണ് പൊങ്കാല മഹോത്സവം. ദേവിയുടെ പിറന്നാളായ മകത്തിനാണ് പൊങ്കാല നടത്തുന്നത്. മറുനാട്ടിൽ നിന്ന് പോലും നിരവധി ആളുകൾ എത്തുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രം കൂടിയാണിത്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസം നടക്കുന്ന അതിപ്രധാനവും അതിവിശിഷ്ടവും ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ചടങ്ങാണ് പൊങ്കാല. ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല. പണ്ട് ദേവിയെ ഗുരുവും മന്ത്രമൂർത്തിയും ചേർന്ന കരിക്കകം ദേശത്തേക്ക് കൊണ്ടുവന്ന തറവാട്ട് മുറ്റത്ത് പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ശ്രീ ഭക്തജനങ്ങൾ ദേവിക്ക് പന്തൽ മുറ്റത്ത് മൺകലങ്ങളിൽ പായസം തയ്യാറാക്കി നിവേദിക്കുകയുണ്ടായി. പിന്നീട് ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ച ദേവിയെ പ്രതിഷ്ഠിച്ച വേളയിൽ വച്ചു നിവേദ്യം എന്ന പേരിൽ നിവേദ്യവുമായി ആചരിച്ചു പോരുന്നു. കാലക്രമേണ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഈ വിഷയം തെളിയുകയും ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് മടങ്ങി വരുന്ന ശേഷം ദേവി കരിക്കകം പ്രദേശത്ത് വന്നതിൻ്റെ സ്മരണാർത്ഥം പഴയ കാലത്ത് സ്ത്രീജനങ്ങൾ പൊങ്കാലയർപ്പിച്ച ദേവിയെ എതിരേറ്റ് പോലെ ആണ്ടുതോറും മീനമാസത്തിലെ മകം നാളിൽ ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട ദേവി കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുകയും ദേവി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. രാവിലെ 9:40 ആരംഭിക്കുന്ന പൊങ്കാല ഉച്ചയ്ക്ക് 2:15 തർപ്പണത്തോടുകൂടി അവസാനിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ സ്ഥാനത്താണ് ദേവി കുടികൊള്ളുന്നത്. മുൻകാലങ്ങളിൽ വെള്ളിമുഖത്തോടു കൂടിയ കലമാൻ കൊമ്പിൽ മൂലസ്ഥാനത്ത് പീഠത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നു. പ്രശ്നവിധിയിൽ ഭക്തർക്ക് രൂപം കണ്ട് തൊഴുതു പ്രാർത്ഥിക്കാൻ വിഗ്രഹപ്രതിഷ്ഠ വേണം എന്ന് കണ്ടതിനെ തുടർന്ന് തച്ചുശാസ്ത്ര വിധിപ്രകാരം പഴയ ശ്രീകോവിലിൽ അതേ അളവിൽ നിർമ്മിച്ച ദേവിയെ പഞ്ചലോക വിഗ്രഹത്തിൽ ഷാഠാധാര വിധിപ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നിത്യശാന്തിക്കും മാറാരോഗങ്ങൾക്കും മാറുന്നതിനും രോഗശാന്തിക്കും വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ദേവിയെ ദിനം പ്രതി തൊഴുതു മടങ്ങുന്നു. ഭക്തർക്ക് പ്രത്യേകമായി ദേവിക്ക് ഒരു നേരത്തെ പൂജ നടത്താവുന്നതാണ്. ഇത് ദേവീനടയിലെ പൂജ എന്നാണ് അറിയപ്പെടുന്നത്. കഷ്ടതകളും ദുരിതങ്ങളും ദേവീ കടാക്ഷത്താൽ മാറിക്കിട്ടുന്നതിനാണ് ഈ പൂജ നടത്തുന്നത്. കടും പായസമാണ് ദേവിയുടെ ഇഷ്ടനിവേദ്യം. അർച്ചന, രക്തപുഷ്പാർച്ചന, സ്വയംവരാർച്ചന, സഹസ്രനാമ അർച്ചന, പാൽപ്പായസം, പഞ്ചമൃതാഭിഷേകം, നെയ്വിളക്ക്, വച്ചുനിവേദ്യം, പൗർണമി പൂജ, സാരിച്ചാർത്ത്, പിടിപ്പണം വാരൽ, ഉടയാടകൾ നേർച്ച എന്നിവ ഈ നടയിൽ വഴിപാടായി നടത്താവുന്നതാണ്. രാവിലെ നിർമ്മാല്യ ദർശനം കഴിഞ്ഞാലുടൻ ദേവിക്ക് നടത്താവുന്ന വഴിയാണ് പഞ്ചാമൃതാഭിഷേകം. കാര്യങ്ങൾ താമസം കൂടാതെ നടക്കുന്നതിനും ദോഷം മാറിക്കിട്ടുന്നതിനുമായി ദേവിക്ക് തുടർച്ചയായി 13 വെള്ളിയാഴ്ച രക്തപുഷ്പാർച്ചന നടത്തുന്നതും ദേവീ ദർശനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. അതുകൂടാതെ ദേവീ നടയിൽ നിന്നും ദേഹസൗഖ്യത്തിനും ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കാതിരിക്കുവാനും ബാധകൾ കൊണ്ടുള്ള ദോഷങ്ങൾ മാറുന്നതിനും ചരട് ജപിച്ച് കെട്ടുന്നു. തകിടിലെഴുതി ദേവീ പാദത്തിൽ വച്ച 21 ദിവസം പൂജിച്ച് കെട്ടുന്നത് പ്രസവരക്ഷയ്ക്കും ദേഹരക്ഷയ്ക്കും മറ്റ് ദോഷങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കും വളരെ ഉത്തമമാണ്. രക്തചാമുണ്ഡി നട ക്ഷിപ്രപ്രസാദിയും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അമ്മയുമായ ശ്രീ രക്തചാമുണ്ഡി കുടികൊള്ളുന്ന ആലയമാണ്. ഇവിടെ രൗദ്രഭാവത്തിലുള്ള രക്തചാമുണ്ഡി ദേവിയുടെ ചുമർ ചിത്രമാണ്. പണ്ട് രാജഭരണകാലത്ത് നീതി നിർവഹണത്തിന് വേണ്ടി ഈ സങ്കേതത്തിൽ വന്ന സത്യം ചെയ്യുക എന്നത് ഒരു ചടങ്ങായിരുന്നു. കോടതി
പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ തെളിയാത്ത കേസുകൾക്ക് ഈ നടയിൽ വന്ന് സത്യം ചെയ്യുന്നത് നിത്യ സംഭവമാണ്. ഇപ്പോഴും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പണമിടപാടുകളിലെ പിശകുകൾക്കും മോഷണങ്ങൾക്കും പിടിച്ചുപറി, തട്ടിപ്പ്, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, വസ്തു ഇടപാടുകളിലെ തർക്കം എന്നിവയ്ക്ക് 151 രൂപ പിഴയടച്ച് നട തുറന്ന് സത്യം ചെയ്യുകയും വിളിച്ചപേക്ഷിക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ നിത്യസംഭവങ്ങളാണ്. ഈ നടയിലെ പ്രധാന പൂജ ശത്രു സംഹാര പൂജയാണ്. വിളിദോഷങ്ങൾ മാറുന്നതിനും ക്ഷുദ്രപ്രയോഗങ്ങൾ, പുതുതായി ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ, കൈവിഷം, ദൃഷ്ടിദോഷം, ജാതകദോഷം, ശത്രുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന ചതിപ്രയോഗങ്ങൾ എന്നിവയ്ക്ക് മുക്തി ലഭിക്കുന്നതിനാണ് പ്രത്യേക പൂജ നടത്തുന്നത്. ബാലചാമുണ്ഡി നട ശാന്തസ്വരൂപിണിയും ഐശ്വര്യപ്രദായിനിയുമായ ശ്രീ ബാലചാമുണ്ഡി ദേവി കുടികൊള്ളുന്ന ആലയമാണ്. ഇവിടെ സൗമ്യരൂപത്തിലുള്ള ശ്രീ ബാലചാമുണ്ഡി ദേവിയുടെ ചുവർ ചിത്രമാണ്. ദേവി നടയ്ക്കും രക്തചാമുണ്ഡി നടയ്ക്കും തൊട്ട് തെക്ക് വശത്തായി ചാമുണ്ഡ നിഗ്രഹം കഴിഞ്ഞ കോപമെല്ലാം ശമിച്ച ശാന്തരൂപത്തിൽ ദേവി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ദേവിയുടെ സൗമ്യരൂപത്തിലുള്ള സങ്കല്പമായതിനാൽ കൂടുതലും കുട്ടികൾക്കുള്ള നേർച്ചയാണ് ഈ നടയിൽ നടത്തുന്നത്. സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം സിദ്ധിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടതകൾ മാറുന്നതിനും 151 രൂപ പിഴയടച്ച് നട തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദേവി അതിനുടെ അനുഭവം നൽകുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ നട തുറന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ഭക്തജനങ്ങൾ നേർച്ചയായി പ്രത്യേക പൂജ നടത്തുന്നു. കടുംപായസം, പട്ട്, മുല്ല, പിച്ചി എന്നിവയിലുള്ള ഹാരങ്ങൾ, ഉടയാടകൾ, സ്വർണം, വെള്ളി എന്നിവയിലുള്ള രൂപങ്ങൾ, സന്താനലബ്ധിക്കായി തൊട്ടിലിൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, മറ്റു സാധനങ്ങൾ, കുഞ്ഞൂണ, തുലാഭാരം എന്നീ നേർച്ചകൾ നടത്താവുന്നതാണ്. വിദ്യാഭ്യാസം, കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിനും വേണ്ടി ഇവിടെ നട തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്.